നീണ്ടകരയിൽ കാണാതായ ഗൗതമനായി കോസ്റ്റ് ഗാർഡ് തെരച്ചിൽ തുടരുകയാണ്. നേവിയുടെ മുങ്ങൽ വിദഗ്ധർ കടലിൽ ഇറങ്ങി പരിശോധന നടത്തും. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളുമായി വിനീഷാണ് നമ്മളോടൊപ്പം ചേരുന്നത്. വിനീഷ്, നീണ്ടകരയിൽ കാണാതായ ഗൗതമനായി തെരച്ചിൽ തുടരുകയാണ്. 11ാം ദിവസമാണ് തെരച്ചിൽ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൊല്ലത്ത് കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. 11ാം ദിവസവും തുടരുന്നു എന്നുള്ളതാണ്. കോസ്റ്റ് പോലീസ്, മറൈൻ പോലീസ്, കോസ്റ്റ് ഗാർഡ്, ഇന്ത്യൻ നേവി എന്നിവർ സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത്. നേവിയുടെ INS കൽപ്പേനി തീരത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. തെരച്ചിലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി കപ്പൽ തിരികെ പോയിരുന്നു. ഇപ്പോൾ തിരിച്ച് എത്തിയിട്ടുണ്ട്. അപ്പോ രാവിലെ 8 മണിക്ക് ശേഷമാകും നേവിയുടെ മുങ്ങൽ വിദഗ്ധർ കടലിലിറങ്ങി ആഴത്തിലുള്ള ഒരു പരിശോധനയാണ് നടത്തുക. കഴിഞ്ഞ ദിവസം വ്യാപകമായ തെരച്ചിൽ നടത്തിയെങ്കിലും ഗൗതം കൃഷ്ണയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇന്ത്യൻ നേവിയുടെ പ്രത്യേക ഹെലികോപ്റ്ററുകൾ ഈ കടലിൽ പരിശോധന നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതികൂല കാലാവസ്ഥ ാണ് കടലിലെ കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് തെരച്ചിൽ പ്രവർത്തനങ്ങളെയെല്ലാം കാര്യമായി ബാധിക്കുന്നുണ്ട്. വലിയൊരു വെല്ലുവിളി തന്നെയാണ് അത്. ഇതിന്റെ ഈ ഗൗതം കൃഷ്ണന്റെ കുടുംബത്തെ സന്ദർശിക്കാനായി മന്ത്രി രമേശ് ചെന്നിത്തലയും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും പുത്തൻതുറയിൽ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. കുടുംബത്തിന് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്താണ് അവർ മടങ്ങിയത്. CPM സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് പുത്തൻതുറയിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ നേവിയും കോസ്റ്റ് ഗാർഡും ഉൾപ്പെടെയുള്ള വിവിധ സേനകളും ചേർന്നുള്ള തെരച്ചിലുകൾ ഇന്നും തുടരുന്നു എന്നുള്ളതാണ്. ഗൗതം കൃഷ്ണയ്ക്കായുള്ള പ്രതീക്ഷയോടെയുള്ള തെരച്ചിലാണ് പുത്തൻതുറയിൽ ഇന്ന് നടക്കുന്നത്. ശരി, ഏറെ പ്രതീക്ഷയോടെയാണ് നേവിയും കോസ്റ്റ് ഗാർഡും ഒക്കെ ഇപ്പോഴും അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ശുഭമായ ഒരു വാർത്ത നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.